ബാത്റൂമിൽ പോകാനും ഒന്നും കഴിക്കാനൊക്കെ എടുത്തിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഭർത്താവ് തന്നെ ചെയ്യും. മകള് കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടിരുത്തി വെള്ളം എടുത്ത് ഒഴിച്ച് ഒരു കപ്പ് വെള്ളം പോലും ഒഴിക്കാൻ പറ്റില്ല. നെഞ്ഞ് വേദനിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ കിടന്നു. പിന്നെ ഭർത്താവ് വന്നു കഴിഞ്ഞാൽ എന്നെ കൂട്ടിക്കൊണ്ട് പോകുമല്ലോ ഹോസ്പിറ്റലിലേക്ക്. മേമയ്ക്ക് ഓക്സിജൻ ഇല്ലാതെ ശ്വസിക്കാൻ പറ്റില്ല. ഇത് ഇപ്പം പറ്റില്ല, വേഗം ജില്ലാ ആസ്പത്രിയിലേക്ക് മാറ്റിക്കോളെ. കംപ്ലീറ്റ് ആയിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത, മരുന്ന് പ്രതിരോധിക്കാത്ത രീതിയിലായി. ഇൻകുലേറ്ററിൽ കൊണ്ടുവന്ന് ഇട്ടു, 1.5 ദിവസം അതിലിട്ടു. അതിൽ നിന്ന് മാറ്റിയിട്ട് ICU 1.5 ആഴ്ച അതിൽ കിടന്നു. ഇപ്പോൾ ഒരു ബൈപ്പാസ് സർജറി ഈ ശരീരത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച ആ സെക്കൻഡിൽ തന്നെ മേമയ്ക്ക് ശ്വാസം തിരിച്ചു കിട്ടി. വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പോലും പറ്റാത്ത രീതിയിലാണ് ഇന്ന് മേമ ഞങ്ങളുടെ ഫ്രണ്ടിലായിരിക്കുന്നത്. നാട്ടുകാരെല്ലാവരും മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ടാണ് കാണാൻ വരുന്നത്. പക്ഷേ അവരുടെ നടുവിൽ ഞങ്ങളുടെ സ്ഥലത്ത്, ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയൊരു സാക്ഷിയാണ് ചെറിയമ്മ.